ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു കക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കക്കൻ്റെ ഇറച്ചിയാണിത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകണം, അതിൽ മണ്ണൊക്കെ പോയി കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടില്ല. അപ്പോൾ ഉപ്പിട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നല്ലോണം വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കാം. ഇത് നല്ലോണം വാടിപ്പിച്ച് അതിൻ്റെ ടേസ്റ്റ് വേർക്കുന്നതാണ്. അപ്പം നല്ലോണം വഴഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നല്ലോണം വഴഞ്ഞ് വരണം. അടച്ചൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റായിട്ട് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവ് കുറച്ചിട്ടേ ഇടാറുള്ളൂ, കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട്. 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കും. പൊടികളെല്ലാം ചേർത്തിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. കുറച്ച് മാത്രം. ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഗ്രേവി പോലെ ആയതിന് ശേഷം നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുക്കാം. കക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കക്കയിൽ മസാല ഫുള്ള് ആവശ്യത്തെ വിധത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുത്ത് അടച്ച് വെച്ച് കഴിക്കാം. തീ കൂട്ടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വെട്ടി തുടങ്ങിയിട്ടാണ്.
അപ്പോൾ റോസ്റ്റ് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ വന്ന് കണ്ട. അപ്പോൾ നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മേലെ എന്താണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണേൽ ഒഴിച്ചാൽ, എരിവ് എങ്ങാനും കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി. ചില സ്ഥലങ്ങളിലൊക്കെ ഈ കക്ക റോസ്റ്റ് കക്ക കിട്ടാൻ പ്രയാസമായിരിക്കും. ചില സ്ഥലങ്ങളിൽ നല്ല കക്ക കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചിലർക്ക് സാധനം എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. ഇത് കല്ലുമ്മക്കായിൻ്റെ ഒക്കെ പോലെയുള്ളൊരു സാധനം തന്നെയാണ്. തോടിൻ്റെ ഉള്ളിൽ വരുന്ന ഇറച്ചിയാണിത്. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേറൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.